ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്തതാണ്. വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശവും വി ഡി സതീശൻ എതിരെയുള്ള പരാമർശം, വി ഡി സതീശന്റെ മറുപടിയൊക്കെ. വി ഡി സതീശൻ ഇന്നലെ പൂത്ത തകര എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. മൂപ്പരുടെ ഉപ്പാപ്പ വിചാരിച്ചാലും SNDPയെ വിറപ്പിക്കാനാവില്ല എന്നും സമുദായത്തിനെ ഓർമ്മിപ്പിച്ച് സുകുമാരൻ നായരും സതീശനെ കടന്നാക്രമിച്ച് വെള്ളാപ്പള്ളിയും ഇങ്ങനെ എത്തുകയാണ്. വർഗീയതയോട് ഏറ്റുമുട്ടി വീരചരമം പ്രാപിച്ചാലും വിഷയമില്ലെന്നെല്ലാം വി ഡി പറയുമ്പോഴും ഗുരുജിയുടെ വിളക്ക് മുതൽ അണയാതെ പലതും പിന്നിലുണ്ട്. സമുദായ സമവാക്യങ്ങളോട് സമവായപ്പെട്ടല്ലാതെ കോൺഗ്രസിനെ കണ്ടിട്ടുമില്ല. ഇനി പുതിയ സതീശനും പുതിയ കോൺഗ്രസുമാണ് നമ്മൾ കാണുന്നത് എങ്കിൽ നല്ലത്. പക്ഷേ ഈ പോരിൽ ആര് ജയിക്കും എന്നുള്ളതാണ് ചോദ്യം. വെള്ളാപ്പള്ളി സതീശൻ പോരിൽ ആരാണ് ശരി എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. രതീഷ് വാസുദേവനാണ് ഇക്കാര്യം കുറച്ച് ആളുകളോട് ചോദിക്കുന്നത്. ജനങ്ങൾ ആരുടെ ഭാഗത്താണ്? വെള്ളാപ്പള്ളിക്കാണോ സതീശനാണോ കൂടുതൽ ലൈക്കെന്ന് നമുക്ക് നോക്കാം. രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ പരസ്പരം പൊതു ഇടങ്ങളിൽ പോർവിളിയിലാണ്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമാണിത്. ഇതിൽ നാട്ടുകാരുടെ പ്രതികരണം എന്താവും നമുക്ക് നോക്കാം. ഭയങ്കര തർക്കമാണ് പ്രതിപക്ഷ നേതാവും വെള്ളാപ്പള്ളിയും, അല്ലേ? ഇപ്പൊ ആരുടെ ഭാഗത്താണ് ഈ പോരിൽ ന്യായം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്? നിങ്ങൾ ആലോചിക്കും. ന്യായം ആരെ പേരിലില്ല, അവരവരായിട്ടുള്ള താല്പര്യം പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ സതീശന്റെ രാഷ്ട്രീയം പറയുന്നത്, വെള്ളപ്പള്ളിന്റെ ആയിട്ടുള്ള രാഷ്ട്രീയം പറയുന്നത്, അല്ലാതെ വേറെ ഒന്നും അതിനൊന്നും പറയാനില്ല. ഇവരാരുടെയും നിലപാട് സ്ഥിരമല്ലല്ലോ. വെള്ളാപ്പള്ളി ഇന്ന് പറഞ്ഞല്ല നാളെ പറയാം. അപ്പൊ പിന്നെ എന്ത് പറയാനാ? അതുപോലെ സതീശൻ ഇന്ന് പറഞ്ഞല്ല നാളെ പറയാം. പിണറായി സതീശന് ഒരു പരിപാടി പങ്കെടുക്കുന്നു, പിണറായി പോകാൻ പുറത്തിറങ്ങുന്നു. സതീശന് കാറ് വന്നില്ല, ആ കാറിലൊന്ന് കയറും. അല്ലെങ്കിൽ ഒരു കുഞ്ഞാലിക്കുട്ടി, അതിനെന്താ ഇത്ര വലിയ കോലാഹലം എന്തിനാ? ഇവർ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആശയങ്ങൾ തമ്മിലല്ല പോരാട്ടം. വെള്ളാപ്പള്ളി ഇപ്പം എന്താ പറയുക, കുറച്ച് വർഗീയത പറയും, മറ്റാൾ അതിന് മറുപടിയും പറയും. കളി തന്നെയല്ലേ കേരളത്തിൽ കളിക്കണത്. വേറെ എന്താ ഇപ്പോൾ പൊതുജനങ്ങളെ വിട്ടികളാവുന്നല്ലാണ്ട് ഓല രണ്ടാളെ പറ്റിട്ടു വേറെ എന്ത് പാറ്റിനും കൂട്ടരുത്. ഇങ്ങനെ പറയുന്നില്ലേ, അതിനാരും നടപടി എടുക്കണില്ല. നമ്പതും അത്രേ ഉള്ളൂ. വെള്ളാപ്പള്ളി മലപ്പുറം ജില്ലേനെ പറ്റിയിട്ട് കാസർഗോഡിനെ പറ്റിയെല്ലാം പറയും. ഈ മുസ്ലിം സമുദായത്തിന് പേര് പറഞ്ഞിട്ട് ഇത് അതൊരു വർഗീയതായിട്ടാണ് വരുന്നത്. അതിലിപ്പോൾ അതിന് മുതലെടുപ്പ് രാഷ്ട്രീയ പാർട്ടിക്കാണ്. അതിപ്പോൾ സതീശനെ കരയാക്കി മാറ്റി. മതവർഗീയവാദിയായ വെള്ളാപ്പള്ളി നടേശന്റെ കൂടെ ആദ്യം തോളിൽ കൈയിട്ട് നടന്നത് വി ഡി സതീശനെ പോലുള്ള ആളുകളാണ്. മതവർഗീയത വെള്ളാപ്പള്ളി നടേശന്റെ കയ്യിലുണ്ടെന്നല്ല, അത് തന്മയത്വത്തോടെ പുള്ളി ഒരുപാട് തവണ അവതരിപ്പിച്ചതുമാണ്. അതുപോലെ തന്നെ വി ഡി സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി അത്രയും പോകുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ പല ഘട്ടങ്ങളിലും SDPI ഉൾപ്പെടെയുള്ള ആളുകളുടെ വോട്ടുകൾ ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞ ആളാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് രണ്ടുപേരും ഒരു നാണയത്തിന്റെ രണ്ട് വശമാണ്. കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ പൊതു ഇടങ്ങളിലെ ഈ പ്രതികരണത്തോട് മുഖം തിരിക്കുകയാണ് നാട്ടുകാർ. കോഴിക്കോട് നിന്നും രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം. അതുതന്നെയാണ്, ഇതൊന്നുമല്ല വലിയ വിഷയം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ആശയപരമായിട്ടുള്ള പോരാട്ടം വേണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ വി ഡി സതീശനും വെള്ളാപ്പള്ളിയും ഒരു നാണയത്തിന്റെ രണ്ട് വശമാണ് എന്നതടക്കമുള്ള രീതിയിലാണ് ആളുകളുടെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്.